എൻ്റെ പേര് സിബിൽ ജോസ് തരകൻ. ഞങ്ങളുടെ വീട് തൃശ്ശൂരാണ്. ഒക്ടോബർ മാസം ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു മാസമാണ്. ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ഭാര്യ. ഇത് ഞങ്ങളുടെ മൂത്ത മോൾ ഏഞ്ചല മറിയം സിബിൽ. അപ്പയുടെ അമ്മയുടെ ലൈഫിലൂടെ ഞങ്ങളെ അപ്പയും അമ്മയും പഠിപ്പിച്ച ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ജപമാല ചെല്ലുന്നതാണ്. മാതാവിൻ്റെ അടുത്ത് ക്ലോസർ ആവാൻ ഞങ്ങളിത് എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുൻപ് ഒരു കൊന്തയെങ്കിലും ചെല്ലിയിട്ട് ഉറങ്ങാൻ ഞങ്ങളെല്ലാവരും ശ്രമിക്കാറുണ്ട്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ബെനിഫിഷ്യലായിട്ട് ഞങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ മോന് ഏബൽ സിബിൽ തരകൻ. അവന് ഒക്ടോബർ 2 അവൻ്റെ ജനനം. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ദേവമാത ഇൻ്റർനാഷണൽ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. എൻ്റെ ഫാമിലിക്ക് സംബന്ധിച്ചോളം ഒക്ടോബർ മാസം ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു മാസമാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ 5 പേരുടെയും ബർത്ത്ഡേ ഒക്ടോബറിലാണ്. ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ മോള് അബിഗേൽ ആൻഡ് സിബിൽ. അവള് 2012 ഒക്ടോബർ 20th ജനിച്ചത്. അവളെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ലൂർദ് പോകാനുള്ളൊരു ഭാഗ്യം ലഭിച്ചത്. ഒക്ടോബർ മാസം ഞങ്ങൾക്ക് ഒരു സന്തോഷമുള്ള മാസമാണ്. ഒക്ടോബറിലാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേ. അമ്മ പറയാറുണ്ട് നമ്മൾ എല്ലാവരുടെയും സഹായിക്കണം, പിന്നെ ഈശോ നമുക്ക് തന്നുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ബാക്കിയുള്ളവരോട് പങ്കുവെക്കണമെന്നും പറയാറുണ്ട്. ഇത് ഞങ്ങളുടെ 4ാമത്തെ മോള് ആഗ്നൽ തെരേസ സിബിൽ. അവള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളുടെ ജനനം ഒക്ടോബർ 6 അവൾ ജനിച്ചത്. Mary, my mother, I'm always yours. ഇത് ഞങ്ങളുടെ 5ാമത്തെ മോൻ എയ്തൽ സിബിൽ തരകൻ. അവനെ ജോൺ പോൾ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. അവൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 8 അവൻ്റെ ജനനം. അവനും ദേവമാതയിൽ തന്നെ 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. Mary, my mother, I'm always yours. ഇത് ഞങ്ങളുടെ 6ാമത്തെ മോൻ. അവൻ ഒക്ടോബറിലല്ല, അവൻ ജൂലൈ 13 അവൻ്റെ ജനനം. അപ്പം റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ഫീസ്റ്റിൻ്റെ അന്ന്. അവന് എസാക്ക് എന്നാണ് അവൻ്റെ പേര്. അവനെ ഞങ്ങൾ ബെനഡിക്റ്റ് എന്നാണ് അവൻ്റെ ബാപ്റ്റിസം നെയിം. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അവനെ വിളിക്കാറ്. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. പിന്നെ ഒക്ടോബർ 24 സിബിയുടെ ബർത്ത്ഡേ. അങ്ങനെ 6 ബർത്ത്ഡേ ആണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഒക്ടോബറിലുള്ളത്. എൻ്റെ പേര് ജൂലി സിബിൽ. ദൈവവിശ്വാസമുള്ള ഒരു ഫാമിലിയിലായിരുന്നു എൻ്റെ ജനനം. എൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾ തൃശ്ശൂരുള്ള ഒരു ബിസിനസ് കുടുംബമാണ്. ഞങ്ങളുടെ ഇടവക കോട്ടപ്പടിയാണ്. 2001 ഞങ്ങളുടെ വിവാഹം. വിവാഹത്തിന് ഒരുക്കമായിട്ട് ഞാൻ ഡിവൈനിൽ പോയി ഒരാഴ്ച ധ്യാനമൊക്കെ കൂടി. അങ്ങനെയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് 7 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇനി വേറെ മാർഗ്ഗമില്ല. ഡോക്ടർമാരൊക്കെ പറഞ്ഞു, ഇനി മക്കളുണ്ടാവാനൊരു സാധ്യതയില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കണം. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ട്രീറ്റ്മെൻറ്റിൽ കൂടെ അല്ലാതെ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുകയല്ലെന്ന് അന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. കുറച്ച് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആദ്യം ചെയ്തു. പക്ഷേ പിന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ, ആ ട്രീറ്റ്മെൻറ്റിനെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല. കാരണം ഒരു പുരുഷനെ സ്ത്രീയെയും ദൈവം യോജിപ്പിക്കുന്നത് എന്തിനാന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരിക്കലും ആ സ്നേഹത്തിൽ നിന്ന് മാത്രമേ കുഞ്ഞുങ്ങൾ ജനിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു എനിക്കതൊരു നിർബന്ധമായിരുന്നു. അപ്പം ഞങ്ങൾ എന്നാണേലും ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്നുള്ളൊരു ഞങ്ങൾ ഒന്നിച്ചാ തീരുമാനം എടുത്തു. അപ്പം പിന്നെ ഞങ്ങൾ ഡിവൈനിലൊരു ധ്യാനത്തിന് പോയി. അതിൽ വെച്ച് ഈശോനെ അറിയാനും അതിനുശേഷം എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചു. അങ്ങനെ അതിലൂടെ പ്രാർത്ഥനയും ഒക്കെ ഞാൻ ആരംഭിച്ചു. ഈ ധ്യാനം ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ പനക്കലച്ചനെ മീറ്റ് ചെയ്തു. പനക്കലച്ചനെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നല്ല സ്നേഹത്തിലും സന്തോഷത്തിലും ആയിരിക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ ദാനധർമ്മം ചെയ്യാൻ അച്ഛനെന്ന് ഞങ്ങളോട് പറഞ്ഞു. ദാനധർമ്മം, ദൈവത്തിൻ്റെ കരുണ ഒരുപാട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വഴിയാണ് ദാനധർമ്മം എന്ന് അച്ഛൻ ഞങ്ങളോട് അന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളാകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു തൃശ്ശൂർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ക്വീൻ മേരി മിനിസ്ട്രി ആയിട്ട് ചേർന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്കുള്ള ശുശ്രൂഷയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്താണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് വേണ്ട എന്ന് വെച്ചപ്പം എല്ലാവരും അതിനെ എതിർത്തു. കാരണം ആ തീരുമാനം ഒരു മണ്ടത്തരമാണെന്നുള്ളതാണ് എല്ലാവരും അന്ന് പറഞ്ഞത്. ഭയങ്കര ഒരു പ്രഷറായിരുന്നത്, വേണ്ട എന്നുള്ള അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതെന്ന് എല്ലാവരും
ഒരുപാട് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, ഈശോ തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണം. ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചിട്ടുള്ളൂ, അത് കൂടുതൽ ആഗ്രഹിച്ചിട്ടില്ല, ഒരു കുഞ്ഞിനെയെങ്കിലും തരണം എന്ന്. പക്ഷേ കാരണം വിശ്വാസം ഇല്ലാത്തവർക്ക് അത് ദൈവമഹത്വത്തിനൊരു കാരണമാകുമെന്ന് മനസ്സിൽ തോന്നി. അപ്പം ഞാൻ ഓരോ മാസവും ഇങ്ങനെ അങ്ങനെ 6 വർഷം നോക്കിയിരുന്നിട്ടാണ്. അപ്പോൾ 6 വർഷം ഇങ്ങനെ ഓരോ മാസം കഴിയുമ്പോഴും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എല്ലാവരും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം വീണ്ടും എടുത്തിടും, അപ്പോൾ നമുക്ക് വീണ്ടും ടെൻഷൻ. അപ്പം ഞാൻ എൻ്റെ ഈശോയോട് ഇത്ര ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, എൻ്റെ ഈശോയെ നിന്നിൽ ആശ്രയിക്കുന്ന ഞങ്ങളെ ഒരിക്കലും ലജ്ഞിക്കാൻ അനുവദിക്കരുത് എന്ന്. അപ്പോൾ ആ പ്രാർത്ഥന എന്നും മനസ്സിലുണ്ടായിരുന്നു, ഞങ്ങളിലൂടെ നിന്റെ നാമം മഹത്വപ്പെടണം, അത്രേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ പ്രാർത്ഥനയിലും ഒരുപാട് പേരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. ഞങ്ങളുടെ മാതാപിതാക്കളുടെയും അതുപോലെ ഒരുപാട് പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. ഞങ്ങൾ ഓരോ സഹനങ്ങളും അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ദൈവമഹത്വത്തിനും വേണ്ടിയുള്ളതാണെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. പിന്നെ ദശാംശം കൊടുക്കുന്നതിലും മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്നതിലും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ആദ്യത്തെ കൊച്ചുണ്ടായി. പിന്നെ തുടർന്ന് 5 മക്കളും കൂടെ, അങ്ങനെ മൊത്തം ഞങ്ങൾക്ക് 6 മക്കളാണ് ഇപ്പോൾ. ജപമാലയോട് ഒരുപാട് സ്നേഹം ഉള്ളതുകൊണ്ട് ജപമാല മാസം എനിക്ക് ഭയങ്കര പ്രധാനപ്പെട്ടതായിരുന്നു. ജപമാല ഞങ്ങളുടെ പള്ളിയിൽ അഖണ്ഡ ജപമാല ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ മമ്മിയും ഞാനും എപ്പോഴും പോകാറുണ്ട് അഖണ്ഡ ജപമാലയ്ക്ക്. അങ്ങനെ ഒരുപാട് ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഒക്ടോബർ ആകുമ്പം എനിക്ക് ഭയങ്കര വിഷമമാണ്, മക്കളില്ലാത്തതിൻ്റെ വിഷമം കൂടും ഒക്ടോബർ ആകുമ്പോൾ. അപ്പം ഞാൻ വിഷമം വരുമ്പോൾ അന്ന് ഞാൻ ഈശോയ്ക്ക് ലെറ്റർ എഴുതുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം ഞാൻ അത് ഈശോയ്ക്ക് ഇങ്ങനെ ഈശോപ്പാന്ന് വിളിച്ച് അങ്ങനെ ലെറ്റർ എഴുതും. അപ്പം പിന്നീട് മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഞാൻ വെറുതെ പഴയ ഒരു ബൈബിൾ എടുത്ത് നോക്കിയപ്പം എനിക്ക് എൻ്റെ ലെറ്റേഴ്സ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നതിൻ്റെ അകത്ത് 2-3 ലെറ്റർ ഉണ്ട്. ആ ലെറ്റർ എല്ലാം ഒക്ടോബറിൽ എഴുതിയ ലെറ്റേഴ്സ്. അപ്പോൾ ഒക്ടോബറിലെ ആ വിഷമമാണ് ഈശോയോട് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അതും ഇപ്പോൾ മക്കൾ 5 പേരും ഒക്ടോബറിൽ ജനിച്ചതും തമ്മിൽ ഒരുപാട് ഒരു ഇത് പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. 2008 ആദ്യത്തെ കുട്ടിയുടെ ജനനം. അപ്പോൾ അത് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ഒക്ടോബർ 4 അവൾ ജനിച്ചത്. ഏഞ്ചല മറിയം എന്നാണ് അവളുടെ പേര്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം അന്ന് സിബി എന്നോട് പറഞ്ഞായിരുന്നു, എത്ര മക്കളെ തന്നാലും സ്വീകരിക്കാനുള്ള മനസ്സ് കാണിക്കണമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അങ്ങനെ ഈശോ തരുന്നത് ഇനി തരുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും മനസ്സിലില്ലായിരുന്നു. പക്ഷേ ദൈവം തരുന്നത് സ്വീകരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ 1 വർഷത്തെ ഗ്യാപ്പിൽ 2ാമത്തെ ആളായി ഏബൽ സിബിൽ തരകൻ എന്നാണ് അവൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 വർഷത്തെ ഗ്യാപ്പിൽ 3ാമത്തെ ആളായി. 2012 3ാമത്തെ മോളുടെ ജനനം. ആ സമയത്ത് അവൾ ജനിച്ചൊരു 3 മാസമായപ്പം ഞങ്ങൾ വീട് പണിയാനുള്ള ഒരു ഇത് ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് തൃശ്ശൂർക്ക് താമസം മാറ്റി. അപ്പം അങ്ങനെ അതിനു മുന്നേ ഒരു 3-4 ദിവസം എനിക്ക് ജപമാല സ്ഥിരമായിട്ട് ഞാൻ ധരിക്കുന്ന ഒരു വ്യക്തി. അതിനുള്ള കൃപ എനിക്ക് ഈശോ തന്നു. കാരണം എനിക്കറിയാം, ചിലപ്പം പണ്ടൊക്കെ ഞാൻ ജപമാല ധരിക്കുന്നെങ്കിൽ ഒരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ അത് മാറ്റി വെക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. നല്ലൊരു ഫംഗ്ഷൻ വരുമ്പോൾ അല്ലെ നല്ലൊരു കോസ്റ്റ്യൂം ഇതിടുമ്പം അത് മാറ്റി വെക്കുക എന്നുള്ള. പക്ഷെ പിന്നെ എനിക്കത് മനസ്സിലായി തെറ്റാണെന്നുള്ളൊരു തിരിച്ചറിവ് ദൈവം തന്നപ്പോൾ അത് ജപമാല ഒരിക്കലും ഞാൻ കഴുത്തേന്ന് ഊരിയിരുന്നില്ല. അപ്പോൾ ഊരുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈ സംഭവം നടക്കുന്നതിന് ഒരു 3-4 ദിവസം മുന്നേ ജപമാല എൻ്റെ കഴുത്തേന്ന് ഊരാനായിട്ട് ഒരു ഭയങ്കര തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. ഭയങ്കരമായിട്ട് ശക്തമായിട്ടിരുന്ന് പറയുന്നു, ജപമാല മാറ്റ്, വെറുതെ ഒരു മിറക്ലസ് മെഡൽ ഇട്ടാൽ മതി, ജപമാല ഇടണ്ട എന്നുള്ളൊരു ഇത് മനസ്സിൽ വന്നു. പക്ഷെ ഞാൻ എന്തോ എനിക്കത് ഒരു നല്ല ഒരു ഇതായിട്ട് തോന്നിയില്ല. അപ്പം എന്നാണല്ലോ ഞാൻ ഊരില്ല എന്നുള്ള ഒരു ഇത് ഞാൻ മനസ്സിൽ പറഞ്ഞു. അപ്പം അന്ന് ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് അന്ന് രാത്രിയിൽ ഒരു തീപ്പൊള്ളൽ, ഗ്യാസ് ലീക്കായിട്ട് എനിക്ക് നന്നായി പൊള്ളലേറ്റു. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുഖമൊക്കെ പൊള്ളി പോകേണ്ടതായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ മാത്രമേ അത് പൊള്ളൽ സംഭവിച്ചുള്ളൂ. അപ്പോൾ പിന്നീട് ഞാനൊരു ധ്യാനത്തിന് പോയപ്പോൾ ആ കൗൺസിലർ എന്നോട് ഫസ്റ്റ് ചോദിച്ചത് ഇതാണ്, അതായത് പരിശുദ്ധ അമ്മയുടെ ആ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് ആ കൗൺസിലർ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ജപമാലയുടെ മഹത്വം ഒന്നും കൂടെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമായി.
ഓരോ മക്കളുണ്ടാവുമ്പോഴും നമ്മുടെ സാമ്പത്തിക മേഖലകളിലും ഒരുപാട് വളർച്ചയും ഭൗതിക വളർച്ചയും ദൈവം നമുക്ക് തന്നിരുന്നു. ഞങ്ങളുടെ ഒരു വീടിൻ്റെ നിർമ്മാണം, പിന്നെ കടകളുടെ നിർമ്മാണം, അതൊക്കെ ഈ ഓരോ കുഞ്ഞ് വരുമ്പോഴും ഓരോരോ അഡീഷണലായിട്ട് ദൈവം ഭൗതികമായിട്ട് നമ്മളെ വളർത്തിയിരുന്നു. പിന്നെ ഞായറാഴ്ച നമ്മൾ കടകളൊന്നും തുറക്കാറില്ല. സാബത്ത് വിശുദ്ധമായിട്ട് തന്നെ നമ്മുടെ കടകളെല്ലാം ആചരിക്കുന്നത്. തൃശ്ശൂർ അതിരൂപതയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കുടുംബമാണ് കോട്ടപ്പടിയിലെ തരകൻ കുടുംബം. സിവിലിനെ 6 മക്കളാണ്. ആദ്യം അവർക്ക് മക്കളില്ലായിരുന്നു. മക്കൾ ഇല്ലാത്തത് ഒരു ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് കരുതുന്ന പലരുമുണ്ട്. സിബിൽ പറയുന്നത് സത്യമാണ്. ദൈവം എന്നെ അനുഗ്രഹിച്ചത് സ്വത്ത് തന്നിട്ട് മാത്രമല്ല, സന്താനങ്ങൾ നൽകിയിട്ട് കൂടിയാണ്. വലിയ കുടുംബങ്ങളെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ സിബിലിൻ്റെ ഉദാഹരണങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. മക്കളെ ദൈവത്തിൻ്റെ ദാനമാണ്. മക്കളെ സ്വീകരിക്കാൻ കരങ്ങൾ നീട്ടുന്ന മാതാപിതാക്കൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലെ കൂട്ടുപങ്കാളികളാണ്. മക്കളിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ കാലഘട്ടത്തിൽ മക്കൾ കൂടുതലായാലേ കുഴപ്പമാണെന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ മക്കൾ കൂടിയാലേ ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാൻ സാധിക്കും. ഞങ്ങൾ 10 മക്കളാണ്. 1.5 വയസ്സുള്ളപ്പോഴും എൻ്റെ അപ്പം മരിച്ചതാണ്. എൻ്റെ അമ്മ ഒരുപാട് കണ്ണുനീരും കഷ്ടപ്പാടോട് കൂടിയിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളെല്ലാം നല്ല നിലയിൽ എത്തി. ഒരു വഴിയും ഒരാളും വഴി തെറ്റിപ്പോയില്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആകാശ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിനക്ക് മക്കളെ നൽകിക്കോട്ടെ. മക്കളില്ലാതിരുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് ഡിവൈനിലൊരു ധ്യാനം കൂടാൻ ഒരവസരം കിട്ടി. അപ്പോൾ ഞങ്ങളവിടെ കൗൺസിലിങ്ങിന് പോയപ്പോൾ ഒരു കൊച്ചിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ പോയത്. പിന്നെ കൂടുതലൊരു വിശദീകരണം അങ്ങനെ. അപ്പം കൗൺസിലർ ഞങ്ങളോട് പറഞ്ഞു മക്കളെയും കൊണ്ട് മരിയൻ തീർത്ഥാടനങ്ങൾ നടത്തുമെന്ന്. പക്ഷേ മരിയൻ തീർത്ഥാടനം മക്കളെയും കൊണ്ട് നടത്തുമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അങ്ങനെ ആ അത്ഭുതം എന്ന് പറയട്ടെ, നമുക്ക് പിന്നെ അത് മരിയൻ തീർത്ഥാടനങ്ങൾ നടത്താനുള്ളൊരു അനുഗ്രഹം ദൈവം തന്നു. 2008 ആദ്യത്തെ കുഞ്ഞിൻ്റെ ജനനം, 2010 രണ്ടാമത്തെ ആളുടെ, മൂന്നാമത്തെ ആളെ 5 മാസം പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ലൂർദ് സന്ദർശിക്കാനിടയായത്. ലൂർദ് അത് നല്ലൊരു പ്രഗ്നൻറ്റും കൂടെ ആയതുകൊണ്ട് ആ സമയത്ത് മാതാവിൻ്റെ ഒരുപാട് സ്നേഹവും സാന്നിധ്യവും കരുതലും ഒക്കെ ഒത്തിരി അനുഭവിച്ചൊരു സമയമായിരുന്നു. അവിടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം, അതായത് നമ്മുടെ ഫ്രണ്ട് മുഴുവൻ വീൽ ചെയറിലുള്ള രോഗികളാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ ദൈവം എന്തുമാത്രം അനുഗ്രഹിച്ചെന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ എനിക്ക് പക്ഷേ ഈ പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ദൂരമുണ്ട്. പക്ഷെ എനിക്കത് ഈ പ്രഗ്നൻസിയുടെ സമയമായതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, നടക്കാനും ഇങ്ങനെ മസിൽ കയറുന്ന ബുദ്ധിമുട്ടുകളൊക്കെ. പക്ഷെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യുകയും വേണം. അപ്പം ഞാൻ പകുതി വെച്ച് ഒരുപാട് വിഷമിച്ചു, ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ശരിക്കും മാതാവ് കൈപിടിച്ച് കൊണ്ടുപോകുന്ന ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. 2014 നാലാമത്തെ ആളുടെ ജനനം. അത് കഴിഞ്ഞ് 2016 ഞങ്ങളെല്ലാവരും കൂടെ, അതായത് ഞങ്ങൾ 5 മക്കളും ഞങ്ങൾ 2 പേരും കൂടെ ഞങ്ങൾക്ക് ഫാത്തിമ സന്ദർശിക്കാൻ ഒരു അനുഗ്രഹം ഈശോ തന്നു. പിന്നെ അതിനോടൊപ്പം പാതിര പിയോ, ഫ്രാൻസിസ് അസീസി തുടങ്ങിയ വിശുദ്ധരുടെ അടുത്തും പോകാൻ പറ്റി. ഫാത്തിമ ഈ 10 വയസ്സിൽ താഴെയുള്ള 5 മക്കളെയും കൊണ്ടുള്ള യാത്ര എങ്ങനെ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതെനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നു. പക്ഷേ അത് മാതാവ് ഞങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോയി എന്ന് മാത്രം പറയാം. ഒരു അസുഖങ്ങളോ കുഞ്ഞുങ്ങൾക്കൊരു അസുഖങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ സേഫായിട്ട് തിരിച്ചത്. കാരണം എല്ലാവർക്കും പേടിയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരുപാട് പേടിയായിരുന്നു. ഇങ്ങനെ വേണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ എന്തോ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടൽ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഈ നാലാമത്തെ ആളുടെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ 5-ാമത്തെ തൊട്ട് എനിക്ക് ഒരുപാട് പ്രഗ്നൻസിയിൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട്
ഇനിയും ഒരു പ്രഗ്നൻസി വേണ്ട എന്നുള്ളത് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് 5ാമത്തേതായി. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇനി വേണ്ട, അത് ഭയങ്കര റിസ്ക്കാണ്, അത് മെഡിക്കൽ സയൻസിൻ്റെ ഇതിൽ. അപ്പം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസ് പറഞ്ഞ പോലെ അല്ല. ദൈവത്തിൻ്റെ കരുണ മാത്രമാണ് ഞങ്ങൾക്ക് മക്കളെ കിട്ടിയത്. അപ്പോൾ അതിനെതിരെ നിൽക്കാൻ നമുക്ക് നമ്മുടെ മനസ്സ് അനുവദിച്ചില്ല. ഫാത്തിമയിൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോൾ മാതാവിൻ്റെ ഒരു സാന്നിധ്യം, ഞങ്ങളെ മാതാവ് വെൽക്കം ചെയ്ത ഒരു ഫീലിംഗ് അങ്ങനെ കിട്ടി. അതൊരു പിള്ളേർക്കും കിട്ടിയോണ്ട് അവർക്കും അതൊരു നല്ല അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ മുട്ടേ നീന്തുന്ന, നമ്മുടെ വേളാങ്കണ്ണി പോലെ തന്നെ മുട്ടേ നീന്തുന്ന ഒരു ഇതുണ്ട്, നേർച്ച പോലെ. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പം ഞാനിങ്ങനെ മുട്ടേ നീന്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ഈ മാതാവിനോട് പറഞ്ഞു എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു ഡിസിഷൻ എന്താ ചെയ്യേണ്ട, അതിനൊരു വഴി എനിക്ക് പറഞ്ഞതാ എന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെവി ഞാൻ കേട്ടു മാതാവ് പറയുന്നേ, ഒരു കുട്ടി ഉണ്ടാവും, അതൊരു ആൺകുഞ്ഞായിരിക്കും എന്ന് പറഞ്ഞ മാതാവ് ഇങ്ങനെ കുറച്ച് കാര്യം പറഞ്ഞു അന്നേരം. അപ്പോൾ അത് എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇതായി ഉറപ്പായി. അങ്ങനെ 2018 ഇളയാള് ഉണ്ടായി. ബാക്കി 5 മക്കളും ഒക്ടോബറിലാണ്. ഇളയ മോന് ജൂലൈ 13 റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ ഫീസ്റ്റിൻ്റെ അന്നാണ് അവൻ ജനിച്ചത്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ട മാസമാണല്ലോ ഒക്ടോബർ മാസം, അതായത് ജപമാലയ്ക്ക്. ഞങ്ങൾ ഇവിടെ കുടുംബത്തിൽ ഒരു കാര്യം ജപമാല മാസം ചെയ്യാറുണ്ട്. അത് ഒക്ടോബർ 1 മുതൽ 31 വരെ ഞങ്ങൾ എല്ലാവരും എത്ര ജപമാല ചെല്ലാൻ പറ്റുമോ അത്രയും ജപമാലകൾ ഞങ്ങൾ ചെല്ലും. അതായത് മക്കളെല്ലാം അപ്പം ഓരോ ദിവസവും അതിന് പേപ്പറും പെന്നും ഒക്കെ വെച്ചിരിക്കും അവിടെ. അപ്പം മക്കളാണേലും ഓരോരുത്തർ ചെല്ലി ജപമാല അത് എഴുതി ബോക്സിലിടണം. അപ്പം 30th ആകുമ്പോൾ ഞങ്ങളത് കളക്ട് ചെയ്ത് അതൊരു മാല പോലെ കിട്ടും. അപ്പം 31 ഞങ്ങളുടെ വീടിന് ചുറ്റും ഒരു ജപമാല പ്രദക്ഷിണം നടത്തും. മാതാവിനെ കയ്യിലെടുത്ത് ഒരു കയ്യിൽ ചെല്ലിയ ജപമാലകളും എടുക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓൾ സെയിൻസ് ഡേയും കൂടെ ആണല്ലോ അതിൻ്റെ തൊട്ടടുത്ത ദിവസം. അപ്പം ഞങ്ങൾ പിള്ളേരെ സെയിൻസിൻ്റെ വേഷം ധരിപ്പിക്കാൻ അതും ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വീടിന് ചുറ്റും ഒരു പ്രദക്ഷിണം പോലെ നടത്തി അവസാനം മാതാവിനെ പ്രയർ റൂമിൽ വെച്ച് അത് ഈ ചെല്ലിയ ജപമാലകൾ പ്രതിഷ്ഠിക്കും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞങ്ങളൊരു 1000 ജപമാല ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നു നമുക്ക് ചെല്ലാൻ പറ്റും. ചിലപ്പോൾ ചെറിയ കുട്ടികൾ പോലും ഒരു 10 ഹെയിൽ മേരി ഒക്കെ ചെല്ലി അവർ ഇളയ 2 പേരും അത് ചെയ്യും. മറ്റുള്ളവരും അവർക്ക് പറ്റുന്ന പോലെ അവർ ചെല്ലും. അപ്പം എനിക്ക് തോന്നുന്നു മക്കൾ ഒരുപക്ഷെ ചിലപ്പോൾ അവർ അത്ര കോൺസെൻട്രേഷനിലൊന്നും ആയിരിക്കുകയല്ല ചെല്ലുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയത് എന്നാന്ന് വെച്ചാൽ അവർക്കത് ആ ജപമാലയുടെ പുണ്യം അവരുടെ മനസ്സിലെന്നും ജീവിതത്തിൽ എന്നും അതുണ്ടാവും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യട്ടെ, നമുക്ക് കാണിച്ചു കൊടുക്കാൻ അവർക്ക് പറ്റുന്നത് ജീവിതത്തിൽ എന്നും അവർക്ക് കിട്ടും എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എനിക്ക് 6 വർഷമായിട്ട് ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ എന്ന് പറയുന്ന മാതാവിൻ്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം എന്ത് കാര്യം തുടങ്ങുന്നതും ഒക്ടോബറിലായിരിക്കും, മിക്കപ്പോഴും അത് അവസാനിക്കുന്നതും ഒക്ടോബറിലായിരിക്കും. ഞങ്ങളത് ജീവിതത്തിൽ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു കടപ്പണി തുടങ്ങി കഴിഞ്ഞാൽ ആ കടയുടെ പണി തുടങ്ങുന്നത് ചിലപ്പോൾ ഒക്ടോബറിലായിരിക്കും, അവസാനിക്കുന്നത് ഇതേമാതിരി തന്നെ ഒക്ടോബറിലോ അല്ലെങ്കിൽ മാതാവിൻ്റെ ഏതെങ്കിലും തിരുനാൾ ദിവസങ്ങൾ സംബന്ധിച്ചുള്ള ആ ദിവസത്തിലായിരിക്കും അത് അവസാനിക്കുന്നതും. അത് വളരെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രകടമായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് കാര്യം തുടങ്ങണതും അവസാനിപ്പിച്ച് വെഞ്ചിരിക്കുന്നതോ അതിൻ്റെ ബ്ലെസ്സിങ്ങോ അല്ലാതും ഒക്ടോബറിലോ അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു തിരുനാളിൻ്റെ ഒരു ദിവസമായിരിക്കും അത് വെഞ്ചിരിക്കുക. നമ്മുടെ ജീവിതം എപ്പോഴും വളർച്ചയിലേക്കും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കില്ല, ഒരുപാട് പ്രതിബന്ധങ്ങളും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊക്കെ നമ്മൾ ഭംഗി പോലെ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ചിട്ട് നമ്മളത് സ്വീകരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ തന്നെ നമുക്കൊരു അവസരമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. റോമ 8:31 ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആരും എനിക്കെതിരെ നിൽക്കും. ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമുക്ക് പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം നമ്മുടെ ക്രിസ്തീയത്തിനകത്തില്ല. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഇതിൽ വരും. പക്ഷേ അത് നല്ല രീതിയിൽ നമ്മളതിനെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണയോടുകൂടെ നമ്മളതിനെ കാണുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നാളത്തെ ഒരു അവസരമാണ്. ചെറുപ്പം മുതൽ തന്നെ ഈ കരുണയുടെയും കരുതലിൻ്റെയും പങ്കുവെക്കലിൻ്റെയൊക്കെ ഒരു ബോധ്യങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
എൻ്റെ പപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനം. അപ്പോൾ നമ്മുടെ ദശാംശം, നമ്മുടെ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ സമയം എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കണമെന്ന്. ശരിക്കും എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ ഒന്ന് കരുതാനും, ചിലപ്പോൾ ഒരു നമ്മളൊരു സ്നേഹത്തോടെയുള്ളൊരു സംസാരം അല്ലെങ്കിൽ ഒരു നോട്ടം, ഒരു ചിരിയായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം വയ്ക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലകളും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ എല്ലാവർക്കും നമ്മൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന തലമുറകൾക്ക് വേണ്ടി. നമ്മളെപ്പോഴും നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മുടെ സമ്പത്താണ്, അതാണെന്ന് വിചാരിക്കും. പക്ഷേ മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങളും, സമ്പത്താണെങ്കിലും നമുക്ക് തന്ന കഴിവുകളാണെങ്കിലും ബോധ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അതൊക്കെ ഒരു ബാങ്ക് ഡിപ്പോസിറ്റ് പോലെ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തും എന്നുള്ള അതെനിക്ക് നല്ല ബോധ്യം അതിൻ്റെ അകത്തുണ്ട്. അപ്പം മക്കളെ ആണെങ്കിലും അത് പറഞ്ഞ് വളർത്താൻ ശ്രമിക്കാറുണ്ട്. ജപമാല ഒരുപാട് പ്രചരിപ്പിക്കാനുള്ള ഒരു അങ്ങനെ ഒരു പ്രേരണ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നും. എവിടെയൊക്കെ എനിക്ക് അവസരങ്ങൾ കിട്ടുന്നു അവിടെയൊക്കെ ജപമാല പ്രചരിപ്പിക്കണമെന്നുള്ളത്. നമ്മുടെ ഷോപ്പിൽ ഞാനിങ്ങനെ ബ്ലെസ് ചെയ്ത് ജപമാല വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യക്കാർക്ക് എടുക്കാം, അങ്ങനെ ഒരു പ്രേരണ തോന്നി ഞാനത് ചെയ്യും. പക്ഷെ ഒരുപാട് പേര് സന്തോഷത്തോടെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അത് കാണുമ്പം നല്ല സന്തോഷം തോന്നാറുണ്ട്. മാത്രമല്ല, ഈ ജപമാല എടുത്തുകൊണ്ട് പോയ ഓരോ കുടുംബങ്ങൾക്കും വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപയും തന്നു. അപ്പം വിശുദ്ധ കുർബാനയ്ക്കും എൻ്റെ പേഴ്സണൽ പ്രേയറിനൊക്കെ ഞാൻ ഈ കുടുംബങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അവരുടെ കുടുംബങ്ങളിൽ ഈശോയുടെ സ്നേഹവും സമാധാനവും ഉണ്ടാകുവാനും പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ അവർക്ക് കിട്ടാനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വേറൊരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ മദർ തെരേസയുടെ ഹൗസിലേക്ക് ക്വീൻ മേരി റോസറിയോട് ചേർന്ന് ജപമാല കൊടുക്കാനായിട്ടുള്ളൊരു മിഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ സമൃദ്ധമായിട്ടാണ് ജപമാല. പക്ഷേ അവിടെ എനിക്കറിയാൻ സാധിച്ച അവിടെ ഒന്നും ജപമാല ഇല്ല. ഉള്ള ജപമാല തന്നെ വളരെ ക്വാളിറ്റി കുറഞ്ഞതും അങ്ങനത്തെ ജപമാലകളാണ്. അപ്പം അത് കേട്ടപ്പം ഒരുപാട് വിഷമം തോന്നി. അങ്ങനെ അപ്പം നമ്മളിവിടുന്ന് റോസറി കൽക്കട്ടയിലെ ഹൗസിലേക്ക് എത്തിക്കും. അവിടുന്ന് അത് പല സ്ഥലങ്ങളിലേക്കായിട്ട് അവർ മിഷൻ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതിൽ പങ്കാളിയാകാനും ദൈവം തന്ന വലിയൊരു അവസരമായിട്ടാണ് കാണുന്നത്. ബിസിനസ്സിൽ ഞാൻ അത്ര കഴിവോ പ്രാപ്തിയോ കാര്യങ്ങൾ ചെയ്യാനുള്ള വൈഭവോ ഒന്നും എനിക്ക് ദൈവത്തെ അറിയുന്നതിന് മുന്നേ ഇല്ലായിരുന്നു. സത്യത്തിലില്ല. എന്നെ കെട്ടി അറിയുന്നവർക്കൊക്കെ അറിയാം. പക്ഷേ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം എൻ്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുന്നു. കുർബാന നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, ആരാധന നമ്മൾ കൂടുന്നു. അതിനുശേഷം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം വളരെ നന്നായി അതിൻ്റെ കറക്റ്റ് സമയത്ത് എടുക്കാനും അതിൻ്റെ ആ തീരുമാനങ്ങളെല്ലാം ഫലപ്രാപ്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അതിന് ധൈര്യമായി നമുക്കത് ചെയ്യാനുള്ള ആത്മവിശ്വാസം നമുക്ക് കൂടുന്നു. അതിലൂടെ നമുക്ക് ഒരു നല്ലൊരു വളർച്ച അതിൽ കിട്ടുന്നു. നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളൊക്കെ നമ്മൾ ഈ കുർബാന കഴിഞ്ഞ് നമ്മുടെ ആരാധന കൂടി കഴിഞ്ഞ് നമ്മൾ സ്റ്റാഫുകളെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇവരെ എല്ലാവരെയും, അതായത് മുകളിലത്തെ GM മുതൽ താഴത്തെ ഏറ്റവും കുറഞ്ഞ ജീവനക്കാരെ വരെ നമ്മൾ കേൾക്കും. ഇതൊക്കെ നമുക്ക് ദൈവത്തെ അറിഞ്ഞതിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ജപമാല എപ്പോഴും നമുക്കൊരു ശക്തിയും സംരക്ഷണമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മക്കളെ വളർത്താനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. പണ്ടത്തെ പോലെയല്ല. ഒരുപാട് വിപരീത സാഹചര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അപ്പം നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനോ ഒന്നും പലപ്പോഴും എനിക്ക് ചിന്തിക്കാറുണ്ട്, നമുക്ക് പറ്റാറില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് മക്കളെ സമർപ്പിക്കും. ജപമാലയാകുന്ന കോട്ട കെട്ടി അവർക്ക് സംരക്ഷണം കൊടുക്കും. അപ്പോൾ എല്ലാ മാതാപിതാക്കളും അത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴിവിട്ട് പോകാനുള്ള സാഹചര്യം കൂടുതലാണ്. പക്ഷെ മാതാവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചാൽ അത് മാതാവ് അവരെ സംരക്ഷിച്ചോളും. പിന്നെ അവർ ചിലപ്പോൾ തെറ്റായ മാർഗത്തിൽ പോയാലും അവർ തിരിച്ചു വരും. കാരണം വചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അതിരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അടുത്തത് ഒരിക്കലും മാറിപ്പോകുകയില്ലെന്ന്. അപ്പോൾ ആ വചനത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം. നമ്മൾ മാതാവിന് സമർപ്പിച്ച് കോട്ട കെട്ടി അമ്മമാരിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി. അത് എനിക്ക് എല്ലാ മാതാപിതാക്കളോടും ഒരു അപേക്ഷയായിട്ട് പറയാനുണ്ട്.
കൊറിന്തോസാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതിയെന്ന്. ശരിക്കും ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വചനത്തെ ആസ്പദമാക്കിയുള്ളൊരു ജീവിതം. കാരണം നമ്മൾ എന്താന്ന് നമുക്കും ഈശോയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അത് അറിയത്തില്ല. അപ്പം ഞാൻ ഈ വിശുദ്ധ കുർബാനയിൽ സ്ഥിരമായിട്ട് ആരാധനയ്ക്ക് പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ഈശോ തരാറുണ്ട്. അപ്പം ഞാൻ വിശുദ്ധ കുർബാനയുടെ മുന്നിൽ പോയിരുന്ന ആദ്യം ഞാൻ ഈ പാട്ടുണ്ടല്ലോ, ഈ പാട്ടാണ് പാടുന്നത്. ബലഹീനതയിൽ ബലമേകാൻ ബലവാനായവൻ നയിച്ചിടുന്നു, എൻ്റെ കൃപ നിനക്കു മതി കർത്താവിൻ തിരുവചനം, അനശ്വരമായ വചനം അതേകി അതിശയമായി നടത്തിയിടുന്നു. ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ഇതാ. അപ്പം ഞാൻ എപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്ന ആദ്യ പാട്ടാണ് പാടുന്നത്.